ഈദ് മുബാറക്. ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് എൻ്റെ മോളും അതുപോലെ തന്നെ ഹസ്ബൻഡും ഉമ്മയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ കസിൻസ് മാത്രം വെച്ചാണ് കഴിഞ്ഞത്. കാരണം എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം ജോബിൽ ചെറിയ ഇഷ്യൂ കാരണം ഹസ്ബൻഡും കുട്ടീനായിട്ട് നാട്ടിലേക്ക് പോയിക്കാണ് കുറച്ച് വെക്കേഷനായിട്ട്. അപ്പോൾ ഞാൻ അനിയൻ്റെ വകയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ കേട്ടോ. അനിയന് നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ വെൽക്കത്തിന് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ പൊരിച്ചത്. അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കസിൻസായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, തൈര്, പപ്പടം, അച്ചാർ അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് ചെറുതായിട്ടൊരു പെരുന്നാളാഘോഷത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കഴിച്ചതിന് ശേഷം നേരെ പുറത്ത് എങ്ങനെയെങ്കിലും പോകാം. പക്ഷെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഒരു 5 മണി 6 മണി കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് ദുബായ് ഫ്രെയിം കയറാനാണ് കേട്ടോ. ദുബായ് ഫ്രെയിമിൽ ഇതുവരെ ആയിട്ട് നമ്മൾ കസിൻസ് ആരും കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഫ്രീ ടിക്കറ്റ് എടുത്തു. അവരെല്ലാവരും കൂടി കയറ്റി ഞങ്ങളങ്ങനെ ദുബായ് ഫ്രെയിമിൽ കയറി. ദുബായ് ഫ്രെയിം ഫസ്റ്റായിട്ടാണ് ഞങ്ങൾ എല്ലാ കസിൻസ് എല്ലാവരും കൂടി അതിൻ്റെ അടുത്തുനിന്ന് കാണുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് കൂട്ടുണ്ടായിരുന്നു കാരണം പെരുന്നാളായതിൻ്റെ. അങ്ങനെ നേരെ ഞങ്ങളിതു ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയി. അങ്ങനെ ഏറ്റവും മുകളിൽ ഗ്ലാസ്സിലെത്തിട്ടോ. അപ്പം ഗ്ലാസ്സിലേക്ക് ഈവനിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം എത്തി കേട്ടോ. അപ്പോൾ അതിൽ കഴിച്ചത് നസീബ് എങ്ങനെയുണ്ട്? അടിപൊളി. എന്താ അത് അല്ല, എന്താ അവസ്ഥ? അതിനെ പിടിച്ച് തള്ളിടണി അങ്ങനെ പൊട്ടൂല. അഞ്ച് വെച്ചോക്കെ വാടാ. ഇങ്ങനെ ഒരു പേടി റബ്ബ്. അവിടെ നിൽക്കണി. നീ കൈവിട് നീ ആൾക്കാർ അടിക്കൊക്കെ കുഞ്ഞോട്ട് ഇവിടെ നോക്കട്ടാ. കുഞ്ഞോട്ട് താഴത്തേക്കോ അവിടെ വല്ലോ കുഞ്ഞോട്ട് വിട് വിട്. ഒറ്റക്ക് പോട്ടെ പോയാ കുഞ്ഞിട്ട് താഴത്തേക്ക് നോക്കിയാ കുഞ്ഞുട്ടി താഴത്തേക്ക് നോക്കി. അനിയനെ ഗ്ലാസ് മൂക്കൂടെ നടക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നിർബന്ധിച്ചാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് നടത്തിയത്. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി നേരെ ജബീൽ പാർക്കിലൊക്കെ പോയി. അവിടെ നിന്ന് നേരെ മെട്രോ കയറാൻ പോയി. ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങൾ ഓരോരുത്തർ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ രസമായിട്ടിരുന്നു. ഇവന് ഐസ്ക്രീം ഒന്നും കാണാൻ പാടില്ല. പ്രേക്ഷകർ കണ്ടാൽ